കള്ളത്തരം കുറിച്ച് കേസ് കൊടുത്തു. അവൻ്റെ പൈസ പണ സാധനം ഇനി ഓരോ കാര്യത്തിന് വന്നിട്ടേ അംസ അംസ എന്ന് പറഞ്ഞു. കൊടിക്കടി കേസ് என்னாச்சு ஹம்சா? என்ன சண்டை? வா. என்ன சாரு? என்ன பிரச்சனை? ஆயிஷா എന്താ നിഷ? എന്താ വിഷയം? அந்த ஹம்சா தொல்லை தாங்க முடியல ஆயிஷா. நம்ம வெளியே போக முடியாததை அவன் நல்லா பயன்படுத்திக்கிறான். சொன்ன பொருள் எதுவுமே வாங்கி கொடுக்காம அவனோட பொண்டாட்டி கிட்ட பேசுற மாதிரி நம்மளை பயமுறுத்திட்டு இருக்கான். ഇതിനിപ്പോ തന്നെ ഒരു പരിഹാരം ഉണ്ടാക്കാം. വാ. മാമ, we have small problem. What is it? Tell me. Tell. Don't worry, tell. Why not tell? No. Mama, Gaddamas here, Saudi. Only see Riyadh airport, this palace. They no go out, not buy anything. Driver taking money from us, but not buy anything. What about your weekly off? மம்மா முன்னாடி ஆஃப் டே தேர். தட் ஆக்சிடென்ட், ஷீ ரன் அவே, தென் இன் ஹாஸ்பிட்டல். அதுக்கப்புறம் வெளியே கூட்டிட்டு போறதை ஸ்டாப் பண்ணிட்டாங்க. Oh yes. I know who's behind this. Tomorrow Friday. Off, right? Whoever wants to buy, you take them to the market. And you will be responsible for them. Nobody will stop them. This is my word. Thank you, Mama. Thank you so much. Assalamu alaikum. Wa alaikum salam wa rahmatullah. But the market is risk. Oh no, if you don't go ahead, then we would fully lose the chance of going on. You should take the risk and proceed. Don't worry, we go safe, we come back safe. أمي موافقة عليها. قولي لي أنت أنا شو أسوي؟ اسمع، هذه مو مثل ما توقعنا، هذه خبيثة. معقولة؟ أنت تعرف إنها تروح معاهم سوق بتة؟ معناها إيش؟ يا إنها لها حد هناك، يا إنها قاعدة تخطط تخطيط من راسها. طب وإيش رأيك؟ نبعت حمزة وراهم يراقبهم ويشوف شو نواياهم. وليه حمزة يروح لوحده؟ حنا هنروح معاه. ضروري يعني؟ نعم ضروري. شو منسوي؟ سارة، خلهم يروحون قبلنا. ഇതാ മാർക്കറ്റ് കേട്ടാ. ഇതേ വഴിക്കൂടെ പോയാൽ മതി. പിന്നെ സ്ഥലം നോട്ട് ചെയ്യണം, ബാഗ് സൂക്ഷിക്കണം. കണ്ണ് തെറ്റിയ പിന്നെ കാണില്ല കേട്ടോ. भैया, हाँ, ये बच्चों का ड्रेस कहाँ? थोड़ा आगे जाना, पहला मार्केट उधर ही है. हाँ उधर. ഇതിന്റെ റേറ്റ് എത്രയാ? 50 റിയാൽ. മലയാളിയാണല്ലേ? വില ചോദിച്ചു പോകുന്നത് കണ്ടപ്പോൾ മനസ്സിലായി. ഇത്രയും കാശ് കൊണ്ട് നാട്ടിലെന്തൊക്കെ നടക്കുമെന്ന് കണക്കൂട്ടി കാണും. എൻ്റെ എത്താത്ത ഇഷ്ടപ്പെട്ട ഭക്ഷണം, വസ്ത്രം, കാഴ്ചകൾ, ഇതൊക്കെ നമ്മൾ പ്രവാസികൾക്കും വേണ്ടേ? മാത്രമല്ല നമുക്ക് ഇതൊന്നും ആരും കൊണ്ടുത്തരാനും പോകുന്നില്ല. നിങ്ങളെക്കൊണ്ട് ഇവിടുന്ന് എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടി കൊണ്ട് പറയുന്നൊന്നുമല്ല. നമ്മളിപ്പോൾ ജീവിച്ചു പോകുന്ന മാനസികാവസ്ഥ ശരിയല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ഓരോ മനുഷ്യനും ഓരോ പ്രശ്നങ്ങളല്ലേ? കണക്ക് കൂട്ടി ജീവിച്ചാൽ തന്നെ എവിടെയെങ്കിലും എത്തിക്കാൻ വലിയ പാടാ. നിങ്ങളെന്താണ് അന്തം പൊട്ടിക്കുന്നത്?
സഖാവേ ദേ പോലെ നമ്മളെ ആയിഷാത്തനെ പോലെ തോന്നില്ലേ? കണ്ടിട്ട് ആയിഷാത്ത തന്നെയാണെന്നാണല്ലോ തോന്നുന്നത്. നിങ്ങളെന്ത് വർത്താനീ പറയുന്നത്? ആയിഷാത്ത എങ്ങനെ ഇവിടെ തന്നെ? പിന്നെ വേഷം കണ്ടാർന്നോടെ ഏതോ വീട്ടിലെ ഗദ്ദാമിയാണ്. എന്താ സുവിശേ, ഇന്നലത്തെ കാര്യമാണോ പറഞ്ഞോണ്ടിരിക്കുന്നത്? അല്ല കോയക്ക, നമ്മുടെ ആയിഷാത്താനെ പോലെ ഒരാള്. ഒറ്റ നോട്ടത്തിൽ ആയിഷ തന്നെ, ഏതോ നാടകത്തിന് കോസ്റ്റ്യൂം ഇട്ട പോലെ. നിങ്ങൾ ഈ പറഞ്ഞ ആയിഷ ആരാണ്? അറിയൂലേ? പറഞ്ഞാ തീരൂല. അതൊരു കാലഘട്ടത്തിന്റെ കഥയാണ്. കലയുടെ ചരിത്രത്തെ പെണ്ണിലൂടെ നടത്തിച്ച ഒരു കമ്മ്യൂണിസ്റ്റ് വീരഗാഥ, നിലമ്പൂർ ആയിഷ. അങ്ങനെയാണ് ഞമ്മക്കൊന്ന് പോയി നോക്കി സംശയം തീർത്താൽ. ആയിഷാത്താന്റെ ഈ വേഷത്തിൽ ഇവിടെ? ഇപ്പോ ഇതാണ് എൻ്റെ വേഷം. വല്ല നാടകവും അതിനു വേണ്ടി വന്നാണോ? അങ്ങനെയും പറയാം. ഞങ്ങളിങ്ങനെ സംശയിച്ച് നിൽക്കുകയായിരുന്നു. നിങ്ങളാണ് കൺമുമ്പിൽ നിന്ന് വിശ്വസിക്കാൻ സമയമെടുത്തു. എന്നെ ഈ വേഷത്തിൽ കണ്ടിട്ടും നിങ്ങൾ തിരിച്ചറിഞ്ഞല്ലോ. അതൊരു പക്ഷേ എന്നെ പല വേഷങ്ങളിൽ കണ്ട് ശീലിച്ചതുകൊണ്ടാവും. ندير عندي ما نخبر حدا اللي شفناه هنا. حمزة سمعت؟ سمعت ولا؟ سمعته. أقول مو لازم نطول في المكان هذا. يلا خلينا نروح. ഈ കാഴ്ച ഞങ്ങൾക്കാർക്കും സഹിക്കൂല സഖാവേ. ഞങ്ങളെപ്പോലുള്ള പാർട്ടി പ്രവർത്തകരുടെ അശ്രദ്ധയാണ് ഞാനിതിനെ കാണുന്നത്. അല്ലാതെ സ്വന്തം ജീവിതം തന്നെ കലയ്ക്കും പാർട്ടിക്കും വേണ്ടി സമർപ്പിച്ച ഒരാൾ ഇതുപോലെ ലോകത്ത്. സ്റ്റേജിലും ക്യാമറയ്ക്ക് മുന്നിലുള്ള അഭിനയം മാത്രമേ പഠിച്ചിരുന്നുള്ളൂ. ജീവിതത്തിൽ അഭിനയിക്കാൻ പഠിച്ചില്ല. അതിൻ്റെ പ്രശ്നങ്ങളാണ്. ആരോടും പറയാതെ മുങ്ങിയതാ. ഞാൻ പോന്നേ പിന്നെയാ സഖാക്കളൊക്കെ അറിഞ്ഞത്. അങ്ങനെ ആരും അറിയാതെ മുങ്ങാൻ മാത്രം അങ്ങനെ എന്താ ഉണ്ടായത്? ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എല്ലാം ആയില്ലേ? പോലെ അല്ല, ഏത് ഏരിയയിലാണ് വീടെന്ന് പറഞ്ഞത്? അത് ഡ്രൈവർ പറഞ്ഞുതരും. ഇതെന്റെ വക വാങ്ങണം. ആയിഷ, മുഖത്ത് നോക്കി പറയുമ്പോൾ അസ്വസ്ഥത ഒഴിവാക്കാനാ വീട്ടിലേക്ക് കത്ത് കൊടുത്തു വിട്ടത്. അത് മനസ്സിലാക്കി ഇവിടെ വെച്ചിട്ടുള്ള ഒരു ഡ്രാമ ഒഴിവാക്കുന്ന കരുതിയത്. ഇതെല്ലാവരും കൂടി ചേർന്നെടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ്. കലിങ്കേലിനി ആയിഷയുടെ സേവനം ആവശ്യമില്ല. ആരാണാ പോയി എല്ലാരും? ഏതടുക്കളയെന്ന് തുടങ്ങിയ പോച്ചലാ നീ എല്ലാവരുടെയും തലക്കിടുന്നത്? ആയിഷയെ കലിങ്കയെന്ന് പുറത്താക്കാൻ നിനക്കെന്നല്ല ആർക്കും കഴിയില്ല. എനിക്ക് സംസാരിക്കാനുള്ളതേ നിങ്ങളുടെ സഹോദരനോടാ. എവിടെ നാടകാചാര്യൻ, പുതിയ അക്കാഡമി ചെയർമാൻ? ഇവിടെ ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ കാണാൻ സമ്മതിക്കണമെന്നില്ല. ഓ, എനിക്ക് അദ്ദേഹത്തെ കാണാൻ നിന്റെ സമ്മതം? അവര് കല്യാണത്തിലൂടെ കുടുംബം ചേരാൻ പോണവരല്ലേ, പിന്നെ എന്തിനേക്കാ നമ്മുടെയൊക്കെ സമ്മതം? 50 വയസ്സ് വരെ കല്യാണത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലാത്തൊരു മനുഷ്യനെ കുടുംബത്തിൽ നിന്ന് ഒരു ചെറിയ പെൺകുട്ടിനെ ഇറക്കിയിട്ട് കറക്കിയെടുത്തിരിക്കുക. അതിപ്പോ എന്ത് തന്നെയാണെങ്കിലും ഇക്കാക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ കുടുംബക്കാരെ നടത്തി കൊടുക്കും. പക്ഷേ കലിംഗ തിയേറ്റേഴ്സ് അങ്ങനെ നിന്റെ കുടുംബസ്വത്താക്കിയെടുക്കാന്നുള്ള പൂതി ഉണ്ടല്ലോ ആയിഷ, അത് നീ നിന്റെ മനസ്സിൽ നിന്ന് മാറ്റി വെച്ചേക്കും. ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ അത് നടക്കൂല ആയിഷ. നിന്റെയൊക്കെ തളപ്പ് വെച്ചിട്ടേ ആയിഷയുടെ മേലെ കുരങ്ങ് കയറാൻ ശ്രമിച്ചാണ്ടല്ലോ. ആളുകളുടെ തലയ്ക്കകത്ത് ഇത്രയും പോലും വെളിച്ചമില്ലാതിരുന്ന കാലത്ത് ഉള്ള ചൂട്ടും പെട്രോമാക്സും കത്തിച്ച് ഇരുട്ടിനോട് മല്ലിട്ട് നാടകം കളിച്ച ചരിത്രമുണ്ട്. ആ എന്നെ
നിന്റെ ആർത്തിക്കണ്ണ് വെച്ച് അളക്കാൻ നോക്കിയാ അത് മണ്ടത്തരമായിപ്പോ. ഈ പറഞ്ഞത് നിങ്ങളുടെയും കൂടെ അഭിപ്രായമാണോ? ഒരിക്കലും അല്ല ആയിഷ. ഇവിടെ എന്താ നടക്കുന്നതെന്ന് ഞങ്ങൾക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ഈ പ്രസ്ഥാനവുമായി രക്തബന്ധമുള്ള ഒരാഴ്ച നമ്മളൊക്കെ അതാരെങ്കിലും കയറി വന്ന് മുറിയൂല. ആശാനെത്തിയ സംസാരിച്ച് തീർക്കാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ ഇത്. തള്ളി പറയുന്നതിലും വേഗം ഒട്ടിപ്പിടിക്കാനാവുന്നതാണ് ഈ രക്തബന്ധം. അതറിയാഞ്ഞിട്ടല്ല വിജയേട്ടാ. പക്ഷേ ഇതിവിടെ വെച്ച് അവസാനിപ്പിക്കണം തോന്നാം. ആയിഷ സ്വയം പിരിഞ്ഞു പോവുക. ഇവിടുന്ന് മാത്രമല്ല, എന്റെ കലാജീവിതത്തോടുള്ള യാത്ര പറച്ചിലാണിത്. അത്രയ്ക്ക് അനുഭവിച്ചു, മനസ്സ് മടുത്തു. ഇവർക്കൊക്കെ എന്തും പറയാലോ. പക്ഷേ കാലം എടുത്താലും വെളിവാകുന്ന ചില സത്യങ്ങളുണ്ട്. ആയിഷയ്ക്ക് നാടകത്തിലായാലും ജീവിതത്തിലായാലും ഒരൊറ്റ നിലപാടേ ഉള്ളൂ. വിവാഹങ്ങളുടെ ശരിയും തെറ്റും അളക്കാൻ ഞാൻ ആളല്ല. പക്ഷേ കലയിലൂടെ സമൂഹത്തെ മാറ്റിപ്പണിയാൻ ഇറങ്ങിത്തിരിക്കുന്നവര് പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. ഇരട്ടത്താപ്പ് എനിക്ക് പറ്റില്ല. அண்ணா எவ்வளோ கூட்டம் சக்காத்தா சதுக்காத்தா இருக்கா? அது வந்து பெரிய நடி சார். நடியா எവിടെ? அங்க இல்ல, உள்ள பேலஸ்ல. Didn't you ask for leave this afternoon? Why you are still here? I remember I take plate after you eat. Didn't take it before? Oh, yes, I forget. Why you are closing the window? Sandstorm, little later chance. Oh, you are here. I had sent Sarah searching of you. Me? Why? Somebody is there to meet you. Who? I see you don't know who is there. Then go check. منو هذول؟ സഖാവ് ആശ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് ഇപ്പോഴും അറിയില്ല. നിങ്ങളിവിടെ ഉണ്ടെന്ന് മാസാന്തിയ മീറ്റിങ്ങിൽ വെച്ച് പറഞ്ഞത് അബദ്ധമായി. എന്തായാലും കണ്ടേ മതിയാവെന്നും പറഞ്ഞ് കുറച്ച് പേര്, പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ, വെള്ളിയാഴ്ച ഇവിടെ വന്നാൽ നടക്കുമോ അത് ബുദ്ധിമുട്ടാവുമോ ഒന്നും അറിയില്ലായിരുന്നു. അബ്ദുള്ള എന്തു പറഞ്ഞു? ആ ബത്തേൽ വെച്ച് നിങ്ങളെ കണ്ടുമുട്ടിയതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അബ്ദുള്ള പെട്ടെന്ന് പിടികിട്ടി. പിന്നെ അബ്ദുള്ള തന്നെയാണ് നിങ്ങളെ വിളിപ്പിക്കാൻ ആളെ വിട്ടതൊക്കെ. എല്ലാവരെയും കൂട്ടിക്കില്ല. നിങ്ങളൊന്ന് കാണാനായ ഓർക്കൊക്കെ വലിയ കാര്യമായി.
Yes, sir. Aisha's guest are our guest. Okay. In this palace, if Mama says yes, it's yes. Okay. You welcome them, make them comfortable. Sure. Every Friday, this majlis will be open for your actor. മജ്ലിസിലേക്ക് ഇരിക്കാം. വരൂ. If you have a disease without cure, why they go through all of this surgery and operation? Even after all of this, how long are we going to live? Maybe the death is only the cure. Life is the disease. The only good thing when you die like this, we get to seek forgiveness before we leave. Right, Marina? Yeah, because in the end, we need to be one with God. But she is communist girl. What she will get from this? മാമ, ഞങ്ങളുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാലേ പഴയ സോവിയറ്റ് യൂണിയനിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല. മതവിശ്വാസികളും അല്ലാത്തവരും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു തൊഴിലാളി പ്രസ്ഥാനമാണ്. ലോകത്ത് ആദ്യമായിട്ട് ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിൽ വന്നതുപോലെ ഒരുപാട് പ്രത്യേകതകളുണ്ട് പാർട്ടിക്ക് ഞങ്ങളുടെ നാട്ടിൽ. Is it so, Marina? Yeah, what Aisha said is right. Other not hell, other are heaven. The way the world grows doesn't have one story. There are people who want the world over and over, using their power to not just write their history, but also your history and my history. Sadly, that's only the history we know. അതെ, പോവാൻ സമയമായി. ബാക്കി കഥ നമുക്ക് പിന്നെ ആക്കാം. സ്റ്റോറി നോട്ട് ഓൺലി ഫോർ പീപ്പിൾ ടെല്ലിംഗ് സ്റ്റോറി ബട്ട് ഓൾസോ ഫോർ പീപ്പിൾ ലിസണിങ് സ്റ്റോറി. സമയമാകുമ്പോഴേ തെളിയേണ്ടതൊക്കെ തെളിഞ്ഞോളൂ. Let us go. Aisha, our life and the stage is the same. When the actors gets down from the stage and the limelight is out, will she be sad? I feel like that. Why? ഞങ്ങൾ വന്ന കാര്യം പറയാം. അവതിരിക്കും. നിലമ്പൂർ ആയിഷയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. വിഷയം ഏരിയ സെക്രട്ടറി മുഖേന ജില്ലാ കമ്മിറ്റിയിൽ അവതരിപ്പിച്ചു. ആയിഷയുടെ വീടുമായി ബന്ധപ്പെട്ട സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെയും ഏറ്റെടുത്തു. അഭിനയ ലോകത്തേക്ക് അവരെ തിരികെ പ്രതിഷ്ഠിക്കാൻ ആവശ്യമായതൊക്കെയും പാർട്ടി നേരിട്ടിടപെട്ട് ചെയ്യാമെന്നുള്ള രേഖാമൂലമുള്ള ഉറപ്പ് നാട്ടിൽ നിന്ന് ഞങ്ങൾ കൈപ്പറ്റി കഴിഞ്ഞു. പക്ഷെ അവരെ തിരിച്ച് നാട്ടിലെത്തിക്കുക എന്നുള്ള ഉത്തരവാദിത്തം ഇവിടുത്തെ പാർട്ടി പ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് തന്നെയാണ്. അത് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണമെന്ന് ഞങ്ങൾക്കൊരു ഐഡിയ ഇല്ല. അവിടെയാണ് ഞങ്ങൾക്ക് ആബിദിൻ്റെ സഹായം ആവശ്യം. പാലസിൻ്റെ പ്രതികരണം എന്തായിരിക്കും എന്നാണ് ഇപ്പോൾ ആബിദ് പ്രതീക്ഷിക്കുന്നത്? അല്ലപ്പം ഞാനെങ്ങനെയാ ഐഷ ആരാന്ന് അവർ മനസ്സിലാക്കിയ സ്ഥിതിക്ക്. പക്ഷെ വിഷയം മാമയാണ്, അറിയാലോ. ഐഷ ഇല്ലാതെ മാമയ്ക്കൊന്നിനും പറ്റൂല. ആബിദ് ഇതിനൊരു വഴി ഉണ്ടാക്കി തരണം. പറ്റില്ല എന്ന് പറയരുത്. ஐஷா கீழே யார் யாரோ வந்திருக்காங்க, உங்களை கூப்பிடுறாங்க. I have to talk to Mama first. Only then I can give answer. അവിടെ നിൽക്ക്. ഈ നിലയ്ക്ക് എന്നെ സേവിക്കാൻ നിങ്ങളെ ആരാ പറഞ്ഞു വിട്ടത്? എനിക്കിവിടെ കുറവുകളുണ്ടെന്ന് നിങ്ങളെ ആരാ ധരിപ്പിച്ചത്? ഞാൻ പറഞ്ഞു. സഹായം എന്ന നിലയ്ക്ക് വലിയ ഉപദ്രവമായി പോയി നിങ്ങൾ ഈ ചെയ്തത്. ഐഷത, മറ്റൊന്നും ഞങ്ങൾ ആലോചിച്ചിട്ടില്ല. തിരിച്ച് നിങ്ങളുടെ തട്ടകത്തിലേക്ക് എത്തിക്കുക എന്നല്ലാതെ. ഇട്ടേച്ച് പോന്നതാണ് നിങ്ങൾ ഈ പറഞ്ഞ തട്ടകം, മനസ്സും എടുത്തിട്ട്. അല്ലാണ്ട് ആയിഷയ്ക്ക് വേദി ഇല്ലാഞ്ഞിട്ടല്ല.
പൂർണ്ണ മനസ്സോടെയാ ഞാനിവിടെ നിൽക്കുന്നത്. ഇനി ആരും എന്നെ ഇങ്ങനെ സ്നേഹിക്കാതിരുന്ന നന്ന്. ഇവിടെ ഇങ്ങനെ കുറേ കാലം തുടരാന്നുള്ള വിശ്വാസം ഐഷാത്തെ കണ്ടു. പലയിടത്തും പലതാണ് എൻ്റെ വിശ്വാസം. എനിക്ക് ആവുന്നിടത്തൊക്കെ എത്താൻ ഞാൻ ഓടി നോക്കിയിട്ടുണ്ട്. എന്നിട്ടും സംഭവിച്ചത് ഇതൊക്കെയാണ്. ജീവിച്ച ജീവിതത്തിന്റെ അടിമയല്ല ഞാൻ. ഇനിയുള്ള ജീവിതത്തിന്റെ ഉടമയല്ല. എങ്ങനെയാന്ന് വെച്ചാ അങ്ങനെ അങ്ങ് പോട്ടെ, അത് മതി. ആയിഷ, മാമ കോളിംഗ് യു. Oh yeah. Here's our actors comes. Come. See, Abdullah, I always wondered if one acts with the brain or heart. Now I know from where it is. It's from head. I call you to tell you, you don't have to act here anymore. Wherever you want to go, just go. മാമ, എനിക്ക് എവിടെയും പോണ്ട. ഇതൊന്നും എൻ്റെ ആവശ്യമല്ല. Really? Your fans wanted this? You don't ask them to do? You don't come to me directly to ask me. You call all these people to come to us to let you go? Don't think I don't understand all this. I'm not a fool. മാമ, ഞാൻ മനസ്സിൽ പോലും സങ്കല്പിക്കാത്ത കാര്യങ്ങളാണ് മാമ ഈ പറയുന്നത്. ഇപ്പൊ ഇവിടെ നടന്ന ഒന്നും എൻ്റെ അറിവോടെ അല്ല. Allah? It's not about what's happened now. It's about what happened before and what will. If we keep someone as popular as you are working for us, we will look bad. When we go against someone's dreams, even the person you love the most, we will become a stranger to you. And nothing will ever be the same again. മാമ എന്നെ മുറിപ്പെടുത്താനായിട്ടാണ് സംസാരിക്കുന്നത്. ഞാൻ ഈ കുടുംബത്തോട് കാണിച്ച ആത്മാർത്ഥതയാണ് മാമ സംശയിക്കുന്നത്. You can't be wise and in love at the same time. Someone said, beautiful things don't last long. There is some truth in that. People are terrible, Aisha. They can bear anything. Everyone replaceable, everyone. പക്ഷെ എനിക്ക് അങ്ങനെയല്ല. എന്നെ സംബന്ധിച്ച് ഒന്നും മറ്റൊന്നിന് പകരമാവില്ല. But I can. Only I like those people who true to themselves. But you are not like that. Mama. No need to explain. You may leave. Abdullah, whatever has to be done for Aisha, get it done. She should not be here anymore. Too much. If not like this, I cannot distance from her.